യൂട്യൂബിൽ കൂടെ എങ്ങനെ വരുമാനം നേടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറാം എന്നുള്ള ഒരു ചില ട്രിക്കി വീഡിയോസൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കാണാറുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ ഒരു ആണ്, വലിയ കാര്യമായിട്ട് റീച്ചൊന്നും ഇല്ല, പക്ഷേ എന്നാലും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമ്മൾ ഈ വീഡിയോ എല്ലാം കൂടി ഇരുന്നങ്ങ് കാണും. അപ്പം ഇതിനകത്ത് അവർ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഓപ്ഷൻ മാറ്റിയിട്ടാൽ, ഈ ഓപ്ഷൻ മാറ്റിയിട്ടാൽ, അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സമയത്തിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ട്രിക്ക് പറയുന്നുണ്ട്. ഞാനിതെല്ലാം കാണുന്നുണ്ടിരുന്നു, എങ്ങനെയും വളരണം, കുറേ സംഭവം സെറ്റ് ചെയ്യണം. ഒരാൾ തന്നെ പലതരം വീഡിയോകൾ യൂട്യൂബിൻ്റെ അകത്ത് അങ്ങനെ ട്രിക്ക് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ ബേസിക്കലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ ഇങ്ങനെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കണ്ടൻറ് ഇട്ടിട്ട് കാര്യമില്ല. വെളിയിലിറങ്ങണം, വെളിയിലിറങ്ങി നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ 10 പേര് കാണുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഇട്ടാലേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മൾ അത്യാവശ്യം ഇറങ്ങി നടന്ന് കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കാതെ ഇറങ്ങി നടന്ന് പറമ്പിൽ പണിയെടുക്കണമെന്ന് പറയുന്ന പോലെ ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ തേടി ഇടണം. അങ്ങനെ വന്നാലേ ഉള്ളൂ 10 പേര് കാണത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ട്രിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അത്യാവശ്യം ആൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഏതെങ്കിലും സാധനം ക്ലച്ച് പിടിക്കും. ഇപ്പം ഞാൻ ഈ സാധനം ഇടുന്നത് തന്നെ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. അപ്പോൾ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ ഇടുന്നതാണ്. ഇത് എന്നാ പറയുന്നത്, ഈ സമയം കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. പക്ഷേ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നല്ല കണ്ടൻസ് ഇടുക, വെളിയിലിറങ്ങി നല്ല നല്ല കണ്ടൻസ് ഇടുക, ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. ക്രിയേറ്റീവാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആക്ടിങ് സ്കില്ലുകളോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള പലതരം തന്ത്രങ്ങളോ, അല്ല ഇച്ചിരി ഇച്ചിരി പൊടി ഉടായ്പ തന്ത്രങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരെ പിടിച്ചിരുത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാർ കാണത്തുള്ളൂ. അങ്ങനെയുള്ളൂ ഈ പറയുന്ന യൂട്യൂബിൽ വളരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഈ പറയുന്ന ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ബട്ടൺ അങ്ങോട്ട് മാറ്റണം, ഈ ബട്ടൺ ഇങ്ങോട്ട് മാറ്റണം, ഇതിൻ്റെ പുതിയ ഓപ്ഷൻ അങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒത്തിരി സാധനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല, നല്ല കണ്ടൻറ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും വലിയ സംഭവം.